ഓക്കെ, അടുത്തത് മിറർ ഫോർമുല യൂസിങ് കോൺകേവ് മിറർ. എന്ത് ആരാ വിളിച്ചേ? വിളിച്ചിട്ട് ഓക്കെ, ഒരു കോൺകേവ് മിറർ വരക്കുക. പ്രിൻസിപ്പൽ ആക്സിസ് പോള്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കണേ. ഒ ബി ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ എ പോയിന്റ്, ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഫോക്കസ്. ദെൻ അടുത്തത് ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഡിറൈവ് ചെയ്യാൻ പോകുന്നത് മിറർ ഫോർമുല യൂസിങ് കോൺകേവ് മിറർ. അപ്പൊ അതിന് നമ്മളൊരു കോൺകേവ് മിറർ വരച്ച് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിൽ കൂടെ കടന്നു പോകും. പിന്നെ അടുത്തത് കർവേച്ചറിൽ കൂടെ പോകുന്നത് റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. സെയിം പാത്തിൽ കൂടെ തന്നെ പോകും. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ OBC ആൻഡ് ICM. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആ. OBC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ICM എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സൈഡ് എഴുതാം. OB ഈക്വൽ ടു ഏത് വരും? IM. പിന്നെ ബാക്കിയുള്ളത് OC ഈക്വൽ ടു IC. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് അപ്പൊ ഇവിടെ ഇമേജ് ഫോർമേഷൻ കിട്ടി. ഇമേജ് നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഇമേജ് കിട്ടി. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. OBC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് അടുത്തത് IMC എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത്. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സൈഡ് നോക്കിക്കേ. OB എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ IM, OB ബൈ IM, പിന്നെ അതുപോലെ തന്നെ ഏതായിരിക്കും? OC ബൈ IC. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത നമുക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ആണ്. EDF-ഉം അതുപോലെ തന്നെ IFM-ഉം. കൺസിഡർ ട്രയാങ്കിൾ EDF and IFM. ഓക്കെ, EDF and IFM. ഇതിൽ നോക്കിക്കേ, ED by IM that's equal to FD by IF. This is equation number 2. ഓക്കെ, ഇവിടെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. EDF and IFM. ED-യും IM-ഉം അതുപോലെ തന്നെ FD-യും FI-യും. ഓക്കെ, ഇനി നോക്കിക്കേ, OB-യും ED-യും പാരലൽ അല്ലേ? OB-യും ED-യും എങ്ങനെയാ ഇരിക്കുന്നത്? പാരലൽ ആയിട്ട് ഇരിക്കുന്നത്. OB പാരലൽ ടു ED. അതുകൊണ്ട് അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. OB പാരലൽ ടു ED. അപ്പൊ OB-യും ED-യും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. OB പാരലൽ ടു ED ആണ്. അതുകൊണ്ട് OB-യും ED-യും ഈക്വൽ ആയിരിക്കും. OB ഈക്വൽ ടു ED. പിന്നെ IM ഈക്വൽ ടു IM. അപ്പൊ ബാക്കി രണ്ടും ഏതാ ഉള്ളത്? OC ബൈ IC ഈക്വൽ ടു FD ബൈ IF. ഓക്കെ, OC ബൈ IC ഈക്വൽ ടു FD ബൈ IF. എഴുതി പോയിക്കും, അല്ലെ മായ്ക്കാൻ പറ്റില്ല.
ഓക്കെ, ഇനി നോക്കിക്കേ, OC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അല്ലേ, OC എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, OC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? PO മൈനസ് PC എന്ന് എഴുതാലോ. PO മൈനസ് PC ബൈ IC. IC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇതാണ് IC എന്ന് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? PC മൈനസ് PI. PC മൈനസ് PI. ഓക്കെ, OC എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, OC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. അതിന് നമുക്ക് PO മൈനസ് PC എന്ന് എഴുതി. അടുത്തത് OC, അത് കഴിഞ്ഞിട്ട് IC എങ്ങനെ എഴുതാം? IC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? PC മൈനസ് PI എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് FD നെ എന്തെന്ന് എഴുതാം? FD പോള് തന്നെയാണ് അല്ലെ, PF പോള് തന്നെയാണ്. നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ചേക്കണം. അപ്പൊ FD നെ എങ്ങനെ എഴുതാം? PF, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് PF ബൈ IF എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇതിനെ എങ്ങനെ എഴുതാം? PI മൈനസ് PF. PI മൈനസ് PF. ഓക്കെ, ഇനി ശ്രദ്ധിച്ച്, PO എന്ന് പറയുന്നത് എന്താ? പോളിൽ നിന്ന്, ശ്രദ്ധിക്കണേ, PO എന്ന് പറയുമ്പോൾ നോക്കിയേ, പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. O ഏതാ? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അല്ലേ O എന്ന് പറയുന്നത്. അപ്പൊ പോളിൽ നിന്ന്, PO എന്ന് പറയുന്നത് പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? U ആയിട്ട് എടുക്കാം. U. ഓക്കെ, PO എന്ന് പറയുന്നത് U ആയിട്ട് എടുത്തേ, പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. പറയാം. ഓക്കെ, എടുത്ത് ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇത് ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണെങ്കിൽ ഡിസ്റ്റൻസ് ഇങ്ങോട്ടല്ലേ, എഗൈൻസ്റ്റ് അല്ലേ, ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു മൈനസ് വരും. ഓക്കെ, അപ്പൊ PO മൈനസ്, ഇനി PC നോക്കിക്കേ, PC എന്ന് പറയുന്നത് പോള് തൊട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ്. അതെന്താ? പോൾ ടു സെന്റർ ഓഫ് കർവേച്ചർ ഏതാ? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ. പോള് തൊട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ. അതും എന്ത് തന്നെയാ? ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണെങ്കിൽ പോള് തൊട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതും ഏത് ഡയറക്ഷനിലാ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. ഓക്കെ, ഇനി അടുത്തത് PC ഒന്ന് പറഞ്ഞേ, PC ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ? PC എങ്ങനെ തന്നെ വരും? പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതെന്ത് വരും? മൈനസ് ആർ. ഓക്കെ, അടുത്തത് PI എങ്ങനെ വരും? പോളിൽ നിന്ന് ഐയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതെന്ത് വരും? I എന്ന് പറയുന്നത് എന്താ? ഇമേജ്. അപ്പൊ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? -V. ഓക്കെ, എഴുതിക്ക. ഇത്ര എഴുതിയാ? സൗരഭ് എഴുതുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അത് പറയുന്നേ, അത് പുറത്തേക്ക് എടുത്ത് കാണിച്ചു. ഇപ്പൊ ഇത്ര എഴുതും. താഴ്ത്തി വെക്കാനോ? മതിയാ? ഓക്കെ, ഇനി PF എന്താ? PF പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ബൈ PI എന്താ? പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതാ? -V. PF പോളിൽ നിന്ന് എന്താ? അഭിരാമിന് ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഈ മൈനസ് മൈനസ് പ്ലസ് ആക്കണ്ട, പകരം മൈനസ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, കോമൺ ആക്കി ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, ക്യാൻസൽ ചെയ്ത് u മൈനസ് ആർ ഇൻറ്റു v മൈനസ് എഫ് ഈക്വൽ ടു f ഇൻറ്റു ആർ മൈനസ് v. u ഇൻറ്റു v uv മൈനസ് uf മൈനസ് ആർ വി പ്ലസ് ആർ എഫ് ഈക്വൽ ടു ആർ എഫ് മൈനസ് എഫ് വി. ആൻഡ് കാണാൻ പറ്റുന്നുണ്ടോ? എവിടെ ഇരുന്ന് ആൻഡ് കാണാൻ പറ്റുന്നുണ്ടോ? സൈഡ് ആർ എഫ് ക്യാൻസൽ ചെയ്യാം. യു വി മൈനസ് യു എഫ് മൈനസ് ആർ വി ഈക്വൽ ടു മൈനസ് എഫ് വി. ഓക്കെ, ആറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്ന് കൊടുക്കാം 2f യു വി മൈനസ് യു എഫ് മൈനസ് 2f വി ഈക്വൽ ടു മൈനസ് എഫ് വി. യു വി മൈനസ് യു എഫ് ഈക്വൽ ടു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണേ, മൈനസ് എഫ് വി പ്ലസ് 2fv is uv minus uf equal to fv. uv equal to fv plus uf. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് യു വി എഫ് വെച്ച് ഡിവൈഡ് ചെയ്യാം. യു വി എഫ് അപ്പൊ എങ്ങനെ വരും? ഇതിനെ യു വി എഫ് വെച്ച് ഡിവൈഡ് ചെയ്ത് വരുമ്പോ 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v. ചോദിക്കും, നിങ്ങക്ക് ക്ലാസ്സിൽ 2 മിററിനെ പറ്റി എടുത്തായിരുന്നു, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമാണ് എടുത്തത്? രണ്ടും എടുത്തു ആണോ? കോമ്പിനേഷൻ മനസ്സിലാക്കിയാണോ എഴുതണം? എടുത്താണോ? നമുക്ക് എടുത്തല്ലേ, ഫസ്റ്റ് എടുത്തല്ലേ സ്കൂളിൽ. ഇവിടെ ഒരു മൈനസ് കൂടി എക്സ്ട്രാ ഉണ്ട്, ഇതൊരു മൈനസ് കൂടി ഇല്ലേ? ഓക്കെ, ഇവിടെ മൈനസ്, ആ മൈനസ് ആണ് ഔട്ട് സൈഡ് എടുത്തത്. എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? യു വി എഫ് വെച്ച് ഡിവൈഡ് ചെയ്യാം ത്രൂ ഔട്ട് ഇക്വേഷൻ. യു വി എഫ് വെച്ച് ഓരോ ടേമിനെ യു വി എഫ് വെച്ച് ഡിവൈഡ് ചെയ്യും.
എഴുതിയാ? അനന്തു കഴിഞ്ഞിട്ടില്ല, എഴുതി. കൊറേ നാളായില്ല കണ്ടിട്ട്, നാട്ടിൽ പോയി പഠിച്ചു. സ്വാധികം എന്ത് കഴിഞ്ഞ? ഓക്കെ, അടുത്തത് കോൺവെക്സ് മിറർ. അടുത്തത് കോൺവെക്സ് മിറർ. കോൺകേവ് കഴിഞ്ഞ് ഇനി കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് മിറർ വരക്കുക. അതിൽ നോക്കിയേ, നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് AB. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വരച്ചാൽ മതി, ശ്രദ്ധിച്ചിരിക്കാൻ, എന്നിട്ട് വരക്കും. ഓക്കെ, അപ്പൊ റേസ് പോകുന്ന നോക്കിക്കേ, ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ നിന്ന് ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ. അത് ഏത് പോയിന്റിൽ കൂടി ആയിരിക്കും പോകുന്നത്? ഫോക്കസിൽ കൂടി പോകുന്നു. അതാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചേക്കുന്ന ഫോക്കസിൽ കൂടെ പോകുന്നു. ഓക്കെ, കോൺവെക്സ് മിറർ ആയതുകൊണ്ട് ഈ ഡയറക്ഷനിൽ പോയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചേക്കുന്നത് അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. അടുത്ത റേ നോക്കിക്കേ, കർവേച്ചറിൽ കൂടി പോകുന്നു, അത് അങ്ങനെ തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് വരച്ചേക്കുന്നത് പോളിൽ കൂടി പോകുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. ഓക്കെ, ഏതാണ്? വെർച്വൽ ഇമേജ് അല്ലേ? വെർച്വൽ ആയിരിക്കൂല്ലേ കോൺവെക്സിൽ കിട്ടണത്? സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ.
ഏത് ആരോ വരച്ചേക്കണതാ? ശരി, വരച്ചു വരച്ചു. എക്സാമിന് ശ്രദ്ധിച്ചു വരക്കണം കേട്ടാ. ഞാൻ വരച്ച പോലെ വരച്ചു നോക്കരുത്. നോക്കട്ടെ, വേറെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ നോക്കട്ടെ. ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഏതാണ് നഖം ഷേപ്പാക്കിയതാ? ഇല്ല, ചെയ്തിട്ടില്ല. ഇങ്ങനെ അതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടും? വരച്ചോ? ആ, ഇൻവെർട്ടഡ് അല്ല. ഞാൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലും പറയോ നോക്കിയതായിരുന്നു. ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും കൂടെ കണ്ടുപിടിക്കുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്നോർത്ത. നീ വരച്ചത് കറക്റ്റ് ആയിട്ടാണ്? സെലീന ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചത്. അല്ല അല്ല, വേറെ ആരെങ്കിലും കൂടെ എനിക്ക് ഞാൻ വരച്ചത് മാറിപ്പോയതാ. വേറെ ആരെങ്കിലും കൂടെ കണ്ടുപിടിക്കുമോ നോക്കാൻ വേണ്ടി ഇരുന്നതാ. അതാ ഞാൻ മാറ്റി വരക്കാൻ. ആരെങ്കിലും കൂടി പറയണമെങ്കിൽ പറയട്ടെ എന്ന് ഓർത്ത്. തല്ലിവിടുത്ത്. ഓക്കെ, കഴിഞ്ഞാ? വരച്ചു കഴിഞ്ഞാ? ഇതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് തന്നെ വരക്കണോട്ടാ. കൈ വെച്ചൊന്നും വരച്ചേക്കരുതേ, മാർക്ക് പോവും. ഞാൻ വരച്ച പോലെ ഒന്നും വരച്ചു വെക്കരുത്. കുറച്ചുകൂടി വൃത്തിയായിട്ട് വരക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നോക്കിക്കേ, എ ഡാഷ് ബി ഡാഷ് പി ആൻഡ് എ ബി പി. കൺസിഡർ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പി ആൻഡ് എ ബി പി. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് പി. അഭിരാമിന് മനസ്സിലായ? എ ഡാഷ് ബി ഡാഷ് പി ആൻഡ് എ ബി പി. ഓക്കെ, ഇതിൽ നോക്കിക്കേ, എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു എ ബി. പിന്നെ അടുത്തത് എ ഡാഷ് പി ഡാഷ് ചെയ്യുന്നു മതി. പി എ ഡാഷ് ഈക്വൽ ടു പി എ. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കിക്കേ. ഇപ്പൊ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ഏതാ? എ ബി പി ആൻഡ് എ ഡാഷ് ബി ഡാഷ് പി. ഇനി അടുത്ത നോക്കിക്കോട്ടാ, എ ബി സി ആൻഡ് എ ഡാഷ് ബി ഡാഷ് സി. കിട്ടിയാ? അടുത്ത ട്രയാങ്കിള് എ ബി സി. ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിള് എ ബി സി. അടുത്തത് എ ഡാഷ് ബി ഡാഷ് സി. എ ബി സി
എ ഡാഷ് ബി ഡാഷ് സി. ഓക്കെ, ഇതിൽ സൈഡ്സ് നോക്കിക്കേ, എ ബി സി ആൻഡ് എ ഡാഷ് ബി ഡാഷ് സി. എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഈക്വൽ ടു എ ഡാഷ് സി ബൈ എ സി. എഴുതുന്നുണ്ടോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ ഏത് ട്രയാങ്കിളാ കൺസിഡർ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് ഏതാ എടുത്ത? എ ഡാഷ് ബി ഡാഷ് പി ആൻഡ് എ ബി പി. ഇപ്പൊ എടുത്തത് എ ബി സി ആൻഡ് എ ഡാഷ് ബി ഡാഷ് സി. ഏതാണ്? അതെന്താണ്? എ ഡാഷ് സി ബൈ എ സി. ഓക്കെ, ഇനി നോക്കിക്കേ, പി എ ഡാഷ്. പി എ ഡാഷ് എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസാ? പി എ ഡാഷ്. ഇതെന്താണ്? ഇമേജ് അല്ലേ? അപ്പൊ പി എ ഡാഷ് എന്ന് പറയുമ്പോ എന്തായിരിക്കും അവിടെ എഴുതേണ്ടത്? പി എ ഡാഷ് എന്ന് ആലോചിച്ച് നോക്കിയേ, ഇമേജിന്റെ പൊസിഷൻ ആണ്. അപ്പൊ ഏതാണ്? വി. എന്ത് വി ആയിരിക്കും? പ്ലസ് വി ആയിരിക്കും ഇനി മൈനസ് വി ആയിരിക്കും വരുന്നത്? പ്ലസ് വി. പ്ലസ് വി ബൈ അടുത്തത് പി എ. പി എന്ന് പറയുന്നത് എന്താ? പി എ. പി എ നോക്കിക്കേ, പി എ ഡാഷ് വി പറഞ്ഞു. ഓക്കെ, പി എന്ന് പറയുന്നത് എന്താ? ഇത് ഇമേജിന്റെ പൊസിഷൻ, ഇത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഏതാ? യു. യു എന്ന് പറയുമ്പോ എന്ത് വരും? മൈനസ് യു. ഓക്കെ, ഈക്വൽ ടു, ഇനി നോക്കിക്കേ, എ ഡാഷ് സി. എ ഡാഷ് സി. എ ഡാഷ് സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി സി. പി സി മൈനസ് പി എ ഡാഷ്. ഓക്കെ, എ ഡാഷ് സി. എ ഡാഷ് സി നോക്കിക്കേ, എ ഡാഷ് സി എന്ന് പറയുന്നത് ഇതല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി സി, ടോട്ടൽ പി സി മൈനസ് പി എ ഡാഷ്. ഓക്കെ, ഇനി അടുത്തത് എ സി. എ സി എങ്ങനെ എഴുതാം? എ സി എന്ന് പറയുന്നത് എന്താ? പി എ പ്ലസ് പി സി. ഓക്കെ, ഇനി ഓരോന്നും പറഞ്ഞേ. ഇത് പി സി എന്ന് എഴുതിയതേ. ഇനി ഓരോന്നും പറഞ്ഞേ. പി സി എന്താ? പി സി. പി സി എന്താ? ആർ മൈനസ് പി എ ഡാഷ് എന്താ? വി ഡിവൈഡഡ് ബൈ പി സി പ്ലസ് പി എ. പി സി എന്താ? പി എ. പി എ നോക്കിക്കേ, മൈനസ് യു. എഴുതി പോയിക്കോട്ടെ അത്രയും. സൗരഭ് എഴുതുന്നുണ്ടോ? ഇതിലും ഫ്രണ്ടിലേക്ക് ഇരുത്തണ ഞാൻ ഗൗരീനെ? ചുമ്മാ.
എഴുതുന്നുണ്ടാവും. നീ ബുക്ക് എടുത്തേടാ, ബുക്ക് എടുക്കും. വെറുതെ ഇരിക്കണ എന്താ സിനിമ ആണായിരിക്കണം. അത് ഉറങ്ങണേ. എണീക്ക് വിളിക്കാം. ഏതാണ്? ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ എന്നാ? അങ്ങനെ ചെയ്തു. എന്തേ? എന്നാലും ഒന്ന് എഴുതി നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എടുക്കുന്നുണ്ടേ. എന്താണ്? എന്നാ അതില് നോക്കി ഇങ്ങനെ ഒന്ന് എഴുതിക്കൂടെ? സിനിമ ആണായിരിക്കണ പോലെ ഇരുന്ന് എങ്ങനെ? ബുക്കെടുത്ത് വെക്ക്. എന്തേ ഡൗട്ടാ? മൈനസ് പൊക്കത്തേക്ക് കോമൺ ആയിട്ട് നമുക്ക് എഴുതാലോ. എടുത്തു യു ബൈ വി ഡിവൈഡ് ചെയ്യും. ഏതാണ്? അതിന് യു വി ആർ. ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കണോട്ടെ. ഏതൊക്കെ ഇടുന്നത്? യു വി ആർ. മറ്റേതിന് യു വി എഫ് ആയിട്ടത്. ഇവിടെ യു വി ആർ ആയിടുന്നത്. ഡിവൈഡ് ചെയ്യും. അതിന് ഡിവൈഡ് ചെയ്യും. ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ആ ഇക്വേഷനെ യു വി ആർ വെച്ച് ഡിവൈഡ് ചെയ്തേ. ഈ മൈനസ് 1/r ഇപ്പുറത്തേക്ക് എടുക്കണേ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത് രണ്ടും എഴുതിക്കുവേ. ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടാവും. റെഡിയാണോ? ഒരു 15 മിനിറ്റ് ഒരു ടെസ്റ്റ് ഇടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ ആബ്സെന്റ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ക്ലാസ് ഇല്ലായിരുന്നു. ഇങ്ങനെ മാറ്റി വെച്ചാ എങ്ങനെ? എന്തേ? എന്താണ്? തെറ്റിപ്പോയാ? പ്ലസ് മൈനസ് എന്ന് പറയുമ്പോഴാ ഇപ്പൊ ഒരു ടേമിന് നമുക്ക് നോക്കിക്കേ, 1/-2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/2 എന്നല്ലേ നമ്മൾ എഴുതുള്ളൂ. മനസ്സിലായ? അതുപോലെ ഇപ്പൊ ഈ മൈനസ് എന്ന് പറയുമ്പോൾ അത് പൊക്കത്തേക്ക് പോകൂലേ ആ ഒരു ടേമിന്റെ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1/2 എന്ന് പറയും. 1/-2 നമ്മൾ ചെയ്യുമ്പോൾ 1/-2 ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതുമോ? നമ്മൾ ഇല്ലല്ല. എഴുതുമ്പോൾ നമ്മൾ -1/2 എന്നല്ലേ എഴുതുള്ളൂ. മൈനസ് ഇതിന്റെ ഒരു ടേം ആയിട്ടല്ലേ കിടക്കുള്ളൂ. അപ്പൊ അങ്ങനെ വേണം ചെയ്യാൻ. എന്തേ? ഞാൻ എത്ര മണിക്കാ പോണെന്നാ? 6:30. അല്ല 6:45 ഇരിക്കാം. നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കഴിഞ്ഞാ? ഇല്ല. എന്തേ? നിഷയിൽ എന്തൊക്കെ അറിയാൻ പോണോലേക്ക് ഇരിക്കണത്? എന്താ മാർക്കാണ്? ഞാൻ സംസാരിച്ചാ കേക്കും, പറയണതെല്ലാം കേക്കും. അനന്തു കഴിഞ്ഞാ? എഴുതി കഴിഞ്ഞാ? ഗൗരി കഴിഞ്ഞാ? കഴിയുമ്പോ പറയട്ടാ.
റെക്കോർഡാണ് കിട്ടും നോക്കി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്തത് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? അപ്പൊ ഞാൻ ഒരു കോൺവെക്സ് മിറർ കൺസിഡർ ചെയ്യണേ. എന്താണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസിംഗ് ത്രൂ ഫോക്കസ് ഓക്കെ. ഒരു കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ഫോക്കസിൽ കൂടെ കടന്നു പോകും, അടുത്തത് കർവേച്ചറിൽ കൂടെ കടന്നു പോയി ഇത് റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമേജ് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മാഗ്നിഫിക്കേഷൻ. ഇപ്പൊ ഞാൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഞാൻ HO എന്ന് കൊടുക്കണേ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI എന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. ഓക്കെ, അത്രേ ഉള്ളൂ ഡെഫിനേഷൻ ആയിട്ട്, അത്രേ നമുക്ക് എഴുതാനുള്ളൂ. Magnification it is the ratio of height of image by height of object or distance to the image by distance to the object. Okay, magnification അത് സെന്റൻസ് ആയിട്ട് എഴുതിക്കോട്ടെ. Magnification it is the ratio of, ഇത് ഞാൻ ചുമ്മാ ഇമേജ് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ, ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഫിഗർ വരക്കണമെന്നൊന്നുമില്ല. Magnification it is the ratio of height of image by height of object or distance to the image by distance to the object. Distance to the image by distance to the object. Okay, കിട്ടിയാ? മാഗ്നിഫിക്കേഷൻ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാലോ, height it is a ratio of height of the image, image in the height divided by height of the object or distance to the image, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഓർ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട്. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? നമ്മൾ സൈൻ കൺവെൻഷൻ പഠിച്ചപ്പോൾ ഫസ്റ്റ് ഒരു കേസ് പഠിച്ചായിരുന്നു. ഓൾ ദ മെഷർമെന്റ് above the principal axis is taken as positive and all the measurement below the principal axis is taken as negative. അങ്ങനെയാണെങ്കിൽ HI ഇവിടെ എന്ത് വരും? HI എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലേ, ആ മെഷർമെന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് ബിലോ ആണ്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് വരും. ഓക്കെ, നെഗറ്റീവ്. ഈ നെഗറ്റീവ് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ HI by H0 minus VI. ഓക്കെ, ഇനിയുള്ളത് ആ ടോപ്പിക് ആ മെറ്റീരിയലിൽ ഇല്ല, ഒന്ന് എഴുതിയെടുത്തേക്കണേ. മാഗ്നിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയല്ല, ഡിഫൈൻ ചെയ്യുന്നതും കിട്ടി. ഇനി നമ്മൾ ഫോക്കൽ ലെങ്ത്തിന്റെ ടേംസിൽ മാഗ്നിഫിക്കേഷൻ എഴുതാൻ പോണേ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഏതാണെന്ന് അറിയാല, മിറർ ഇക്വേഷൻ. മിറർ ഫോമിൽ എഴുതി 1/u plus 1/v equal to 1/f. ഇനി ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ v വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ v/u equal to v/v equal to v/f. That is v/u equal to 1 equal to v/f. ഈ v/u എന്ന് പറയുന്നത് എന്താ? v/u എന്താ? മാഗ്നിഫിക്കേഷൻ അല്ലേ? മാഗ്നിഫിക്കേഷൻ m. ഓക്കെ, അപ്പൊ ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പൊ -m plus 1 equal to v/f. m equal to 1 minus v/f. ഇനി നമ്മളിപ്പോ v വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ u വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1/f equal to 1/u plus 1/v. ത്രൂ ഔട്ട് u വെച്ച് ഡിവൈഡ് ചെയ്യാം. u/f equal to u/u plus u/v. u/f equal to 1
പ്ലസ് നോക്കിക്കേ യു ബൈ വി. യു ബൈ വി എന്ന് പറയുന്നത് എന്താ? വി ബൈ യു എന്ന് പറയുന്നത് എം ആണെങ്കിൽ യു ബൈ വി എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/m മൈനസ് 1/m. ഈ രണ്ട് ഇക്വേഷൻ എഴുതി വെച്ചോട്ടെ. മാഗ്നിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് ന്യൂമറിക്കൽ ചോദിക്കുമെങ്കിൽ ഇത് മാത്രമല്ല അത് വേണ്ട. മെറ്റീരിയൽ ഇല്ലട്ടോ, ഇതാണ് പറഞ്ഞത്. എഴുതിക്കോ, രണ്ടും എഴുതിക്കോ. ഒരെണ്ണം ആയാലും മതി, ഞാൻ അതും കൂടെ കാണിച്ചതാ. ഇപ്പൊ യു എച്ച് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുമെന്ന് കാണിച്ചത്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാലും മതി. എഴുതി കഴിഞ്ഞ കഴിഞ്ഞ ആൻ കഴിഞ്ഞ കഴിഞ്ഞ എന്തോ കഴിഞ്ഞ അവനാണ് ആദ്യം പറയുള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. വിഷമിക്കണ്ട, എന്തുണ്ടെങ്കിലും പരിഹരിക്കാം. എന്താണ് ടോപ്പിക് എന്ന് എനിക്കറിയില്ല. ഗൗരി കഴിഞ്ഞ? ഇവിടെ എല്ലാരും കഴിഞ്ഞ, നീ മാത്രം കഴിയാത്തത് എഴുതി. നീ കഴിഞ്ഞിട്ടില്ലേ? ഗൗരി കഴിഞ്ഞ? ദേവ കഴിഞ്ഞ? ഡെക്കറേഷൻ ചെയ്യണേ. കൃതിക്ക് ദേവ എഴുതുന്നുണ്ടാ? കഴിഞ്ഞ? ഓക്കെ, അടുത്തത് റിഫ്രാക്ഷൻ. എന്താ റിഫ്രാക്ഷൻ? ബെൻഡിങ് ഓഫ് ലൈറ്റ് അല്ലേ? when the light travels from one transparent medium to another there will be a bending of light at the point of separation. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഓഫ് സെപ്പറേഷന്റെ അവിടെ ഒരു ബെൻഡിങ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചോട്ടോ, അറിയാവുന്ന കാര്യമാണ്, എന്നാലും എഴുതിക്കും. when the light travel from one transparent medium to another there will be a bending of light. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിഫ്രാക്ഷൻ എന്ന് പറയാം. when light travel from one transparent medium to another light travels from one transparent medium to another there will be a bending of light. There will be a bending of light at the point of separation. There will be a bending of light at the point of separation. This bending of light at the point of separation is called refraction. This bending of light at the point of separation is called refraction. മാഗ്നിഫിക്കേഷൻ എന്താണെന്നാ പറഞ്ഞത്? അമർ ഒന്ന് പറഞ്ഞേ. റേഷ്യോ റേഷ്യോ സെന്റൻസ് ആയിട്ട് പറ. ഇപ്പൊ എങ്ങനെ പറയാ? പറ. ഗൗരി പറഞ്ഞു കൊടുക്കുന്നു അവന്. മാഗ്നിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു ഇപ്പൊ പഠിച്ചേ. ഇപ്പൊ നോക്കിയല്ലോ. ഓക്കെ, എഴുതിയാ? റിഫ്രാക്ഷൻ എഴുതിയാ?
When the light travels from one transparent medium to another, there will be a bending of light. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുക. ഇനി റിഫ്രാക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് if the ray travel from rarer medium, ഒരു rarer മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് റേ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് റേ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ എന്താ സംഭവിക്കുക? ഇതൊരു റേ ആണെങ്കിൽ ഇത് നോർമൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇഫ് ദ റേ ട്രാവൽ ഫ്രം റെയറർ മീഡിയം, റെയറർ എന്ന് പറയുന്നത് ഇപ്പൊ എയർ ആണ്, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? റേ ട്രാവൽ ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, റേ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, അതായത് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് റേ ട്രാവൽ ചെയ്യുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇനി നേരെ തിരിച്ച് ഡെൻസർ ടു റെയറർ ആണെന്ന് വിചാരിക്കുക. ഡെൻസർ ടു റെയറർ ആണെങ്കിൽ ഇഫ് ദ റേ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ദ റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. മനസ്സിലായ? ഫസ്റ്റ് കേസ് ശ്രദ്ധിക്കണേ. റിഫ്രാക്ഷൻ എന്താന്ന് മനസ്സിലായല്ല? ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ. ഇനി റേ ട്രാവൽ ചെയ്യണം, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ. എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് റേ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് റേ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതാണ് ഇപ്പൊ നോർമൽ എങ്കിൽ ഈ വരുന്ന റേയുടെ ആക്ച്വൽ പാത്ത് ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ, മനസ്സിലായി? ഈ റേ വരുന്നതിന്റെ ആക്ച്വൽ പാത്ത് ഇതാണെങ്കിൽ ഇത് നോർമലിന്റെ അടുത്തേക്ക് ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇഫ് ദ റേ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ, അതായത് വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് റേ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഡെൻസർ ടു റെയറർ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതാണ് നോർമൽ എങ്കിൽ ദ റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, നോർമലിന്റെ അടുത്തേക്ക് വരാതെ ദൂരേക്കായിരിക്കും പോകുന്നത്. കേസ് രണ്ടും മനസ്സിലായ? റെയറർ ടു ഡെൻസർ ആകുമ്പോ ദ റേ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, ആൻഡ് ഡെൻസർ ടു റെയറർ ആകുമ്പോ ദ റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ആ രണ്ട് കേസ് ഓർത്തിരിക്കണം കേട്ടോ. നമുക്ക് വരക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധിച്ചാണ് വരക്കേണ്ടത്. ഇപ്പൊ എയറിൽ നിന്ന് വാട്ടറിലേക്കും വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കും ഒക്കെ ആണ് വരക്കുന്നതെങ്കിൽ ആ കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് നോർമലിന്റെ അടുത്തേക്കാണോ ദൂരേക്കാണോ എന്ന് മനസ്സിലാവുള്ളൂ. ആ പോയിന്റ് അതിൽ കൊടുത്തിട്ടുണ്ടോ മെറ്റീരിയലിൽ? എല്ലാം എഴുതി വെച്ചോട്ടാ. റിഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് എഴുതിക്കോ. ഇഫ് ദ റേ ട്രാവൽ ഫ്രം rarer medium to denser medium, if the ray travel from rarer medium to denser medium, ray travel from rarer medium to denser medium, the ray bend towards the normal, the ray bend towards the normal. Okay, എഴുതിയാ? ray travel from rarer medium to denser medium, ray bend towards the normal. Second point ആയിട്ട് എഴുതിക്കോ. if the ray travel from denser medium to rarer medium, the ray bend away from the normal, ray bend away from the normal. അടുത്ത ക്ലാസ്സിൽ ഇന്ന് എടുക്കണ എല്ലാ ടോപ്പിക്കും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവേ. എല്ലാരോടും ചോദിക്കും. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അതുപോലെ ആ മിറർ ഫോർമുല എഴുതിക്കുകയും ചെയ്യും കേട്ടാ. ഇപ്പൊ എഴുതിയാ? നോട്ട് പോലും എഴുതിയില്ല നമുക്ക്. ഓക്കെ, എഴുതിയാ? ഗൗരി എഴുതിയോ? ദേവ എഴുതിയോ? ഓക്കെ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി ലോ ഓഫ് റിഫ്രാക്ഷൻ. നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ലോ ഓഫ് റിഫ്രാക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷന്റെ ഫസ്റ്റ് ലോ നമ്മൾ എന്താ പഠിച്ചേ? ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ച എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ all lies in the same plane. അതുപോലെ തന്നെ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് നോർമൽ all lies in the same plane. എഴുതിക്കും.
എഴുതിയാ? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ drawn at the point of incidence, all are lies in the same plane. Incident ray, refracted ray, normal drawn at the point of incidence, all lies in the same plane. All lies in the same plane. ആറോറ നോക്കിയാ? ഇതാണ് നല്ലത്. നാളെ കുറച്ച് കിട്ടും. നീ എഴുതിയതാ? ഞാൻ SLR ഞാൻ പറഞ്ഞത്. നോക്ക്, രണ്ടും നോക്കട്ടെ, അവൻ നോക്കി കഴിയുമ്പോൾ അത്യാവശ്യം. PDF എനിക്ക് ഉണ്ടോന്നറിയില്ല, നെറ്റിൽ അവൈലബിൾ ആയിരിക്കുമായിരിക്കും, ഉണ്ടാവേണ്ടതാണ്. നോക്ക്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നാളെ പറയും. നാളെ ഞാൻ എന്തായാലും നേരത്തെ ഇവിടെ ഉണ്ടാവും, പറഞ്ഞാൽ മതി. അല്ല, നാളെ നമുക്കില്ല, ഇവർക്ക് കെമിസ്ട്രി ക്ലാസ് ഉണ്ടാവും. ഏതാണ്? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലേൻ. അല്ലെങ്കിൽ ഡ്രോൺ, നമ്മൾ വരക്കണ രീതിയിൽ പറയാനാണെങ്കിൽ അങ്ങനെ. നീ അതാണ് എഴുതി വെച്ചേക്കണം അല്ലേ? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ഡ്രോൺ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഓൾ ആർ ദ സെയിം പ്ലേൻ. ഓക്കെ, അടുത്ത ലോ എഴുതിക്കോട്ടാ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഐ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആർ എന്താ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ലോയ്ക്ക് പറയുന്ന പേരാണ് സ്നെൽസ് ലോ. Okay, sine of angle of incidence to sine of angle of refraction is equal to a constant. n അല്ലെങ്കിൽ mu വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നെങ്കിൽ n അല്ലെങ്കിൽ mu. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എഴുതുന്നുണ്ടോ? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ is equal to a constant. Sin I by sin R equal to n2 by n1 is equal to n21. നോക്കിക്കേ, sin I by sin R equal to n2 by n1. Refractive index of second medium by refractive index of first medium. ഇതിങ്ങനെ n21 എന്ന് എഴുതിയേക്കുന്നത് എന്താ മീൻ ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ചിലപ്പോൾ സെക്കൻഡ് മീഡിയം, ഇപ്പൊ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ രണ്ട് മീഡിയം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ എയർ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് മീഡിയം ഇപ്പൊ വാട്ടർ ആണെങ്കിൽ ഫസ്റ്റ് മീഡിയം എയർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതണേ, ഇതൊന്ന് എഴുതി വെച്ചോട്ടോ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 by n1. എപ്പോഴും എഴുതുമ്പോൾ സെക്കൻഡ് മീഡിയം, ഇപ്പൊ ആ ഒരു റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ലോയ്ക്ക് പറയുന്ന പേരാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ. ഈ ലോ ഇപ്പൊ തന്നെ പഠിച്ചേക്കണം കേട്ടോ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 by n1. n21 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഒപ്റ്റിക്സ് ശരിക്കും കുറച്ച് ലാഗാണ്. കഴിഞ്ഞ ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ പഠിച്ച 3 പോയിന്റ് ഏതൊക്കെയാ? റിഫ്രാക്ഷൻ എന്താ പഠിച്ചേ? റിഫ്രാക്ഷൻ ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതല്ലാതെ നമ്മൾ പഠിച്ചത് എന്താ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ റേ ഓഫ് ലൈറ്റ് എങ്ങനെയായിരിക്കും? ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി ഡെൻസർ, ഇഫ് ദ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, വാട്ട് വിൽ ഹാപ്പൻ? away from the normal. ഓക്കെ, അടുത്തത് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് സ്ലാബ്. Refraction through a glass slab.
ഓക്കെ, ശ്രദ്ധിച്ചേ, റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് സ്ലാബ് ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോ എയറും ഉണ്ട് ഗ്ലാസ് സ്ലാബും ഉണ്ട്. ഓക്കെ, എയറിൽ നിന്ന് ഒരു ലൈറ്റ് റേ വന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് കയറണം, അവിടെ നിന്ന് എയറിലേക്ക് പോകുന്ന കണ്ടീഷൻ ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ആലോചിച്ച് വേണേ വരക്കാൻ. അപ്പൊ ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നതാണ്, എയറിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വന്നു. ഓക്കെ, ഇത് നോർമൽ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയം ആണ്, ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം ആണ്. ഒന്ന് ആലോചിച്ച് പറയണം കേട്ടോ. ദയവ് പറയാൻ പറ്റുമോ നോക്കിക്കേ. ഇഫ് ദ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് വരുന്നത്. അപ്പൊ റേ എങ്ങനെയായിരിക്കും പോകുന്നത്? ബെൻ ടുവേർഡ്സ് ആയിരിക്കോ എവേ ആയിരിക്കോ? ടുവേർഡ്സ്, ബെൻ ടുവേർഡ്സ് ദ നോർമൽ. അപ്പൊ ഇതാണ് നോർമൽ എങ്കിൽ നോർമലിന്റെ അടുത്തേക്ക് വരും. ഓക്കെ, നോർമലിന്റെ അടുത്തേക്ക് വരും. ഈ റേ ഓഫ് ലൈറ്റിന്റെ ആക്ച്വൽ പാത്ത് പോകുന്ന നോക്കിക്കേ, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷെ മീഡിയം റെയറർ ടു ഡെൻസർ ആയതുകൊണ്ട് ബെൻ ടുവേർഡ്സ് എ നോർമൽ. ഓക്കെ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണെങ്കിൽ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി അപ്പൊ ഗ്ലാസിൽ നിന്ന് എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് റേ ഓഫ് ലൈറ്റ് വന്ന്, അടുത്തതിന് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോണേ. അപ്പൊ ഈ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നു, ഇത് നോർമല്, ഇത് ആറാണെങ്കിൽ ഇത് ആറ്, ഇങ്ങനെ വന്നു. ഇനി ഒന്ന് പറഞ്ഞേ, ഡെൻസർ ടു റെയറിലേക്കാ പോകുന്നത്. അടുത്ത ആര് പറയുന്നത്? ഒരു പറഞ്ഞേ, ഡെൻസർ ടു റെയറിലേക്കാ പോകുന്നത്. അപ്പൊ റേ ഓഫ് ലൈറ്റ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അപ്പൊ നോർമലിന്റെ അകലേക്ക് പോകും, ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഈ ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എമർജൻസ്. എന്താണ് ആംഗിൾ ഓഫ് എമർജൻസ്? ഇപ്പൊ ഗ്ലാസ് ലാബ് കിട്ടിയാ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ മാത്രം ഇത് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ആകെ രണ്ട് കണ്ടീഷൻ മാത്രം മതി. ഡെൻസർ റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, ആൻഡ് ഡെൻസർ ടു റെയറർ ആണെങ്കിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിച്ചോ. ഒരു ഗ്ലാസ് ലാബിലേക്ക് റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യണേണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റെയറർ ടു ഡെൻസർ ആണ്. അപ്പൊ ബെൻഡ് ടുവേർഡ്സ് നോർമൽ, നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്ത് ആക്ച്വൽ പാത്ത് നോക്കാനാണെങ്കിൽ ഇത് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, നോർമലിന്റെ എവേ ഇങ്ങനെ പോയി. ഓക്കെ, ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എമർജൻസ്. എന്താണ് ആംഗിൾ ഓഫ് എമർജൻസ്? ഇനി നോക്കിക്കേ, ഇത് രണ്ടും പോകുന്നത് കണ്ടാ? നോക്കിക്കേ, ഈ ആക്ച്വൽ പാത്തും ഇവിടെ എമേർജ് ചെയ്ത ലൈറ്റും പോകുന്നത് നോക്കിക്കേ, പാരലൽ ആയിട്ടല്ലേ പറയുന്നത്. അതായത് ഈ ലൈറ്റ് ആക്ച്വലി വരുന്നത് ഈ പാത്വേ ആണ്, പക്ഷെ റെയറർ ടു ഡെൻസർ ആയതുകൊണ്ടാണ് ഈ ഒരു ബെൻഡിങ് ഇങ്ങനെ വന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ ഷിഫ്റ്റ്. എന്താണ് ലാറ്ററൽ ഷിഫ്റ്റ്? ഇതൊക്കെ 10th പഠിച്ചിട്ടുള്ളതല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ല. എന്നാലും ക്ലാസ് ലാബ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാറ്ററൽ ഷിഫ്റ്റ്. ഇനി നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഓരോ പോയിന്റിലും നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നതാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ തിരിച്ചു എഴുതാമല്ലോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് കയറി ഇവിടെ വന്ന് എമേർജ് ചെയ്ത്, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തിരിച്ചു വരക്കാം. ഇവിടെ നിന്ന് വരുവാന്ന് വിചാരിക്കും, ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നു, അതേ വേയിൽ തന്നെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇനി ഓരോ പോയിന്റിലും സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത്, സ്നെൽസ് ലോ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിക്കേ, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം. അല്ലെ, ഇവിടുത്തെ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ശ്രദ്ധിച്ചേ, ഓരോ പോയിന്റിലും നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണേ. ഇവിടെ റിഫ്രാക്ഷൻ നടന്നു, ഇവിടെ റിഫ്രാക്ഷൻ നടന്നു. അപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്തും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാ. സ്നെൽസ് ലോ എന്താ പഠിച്ചേ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അല്ലെ, അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം. സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാ പഠിച്ചത്. സൈൻ ഐ ബൈ സൈൻ ആർ ഈ ഒരു പോയിന്റിൽ നോക്കണേ. ഇവിടത്തെ നമ്മൾ ജനറലി പഠിച്ചത് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ബൈ n1 ഈക്വൽ ടു n21 എന്നല്ലേ പഠിച്ചത്. ഈ ഒരു കേസിലെ സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞേ, മിഷേലിന് പറയാൻ പറ്റുമോ നോക്കി? ഇവിടുത്തെ ഈ ഒരു കേസിലെ സെക്കൻഡ് മീഡിയം ഏതാ? ഫസ്റ്റ് മീഡിയം എയർ ആണ്, സെക്കൻഡ് മീഡിയം എന്താ? ഇപ്പൊ ഇവിടെ ഗ്ലാസ്. അപ്പൊ സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം എന്നല്ലേ പറയുന്നത്. അപ്പൊ സെക്കൻഡ് മീഡിയം ഗ്ലാസ് ആണ്, ഫസ്റ്റ് മീഡിയം അപ്പൊ ഏതാ? എയർ, NGA. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു പോയിന്റിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് സൈൻ ആർ ബൈ സൈൻ ഇ ഈക്വൽ ടു എങ്ങനെ വരും? സെക്കൻഡ് മീഡിയം, ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാ? ആൽവിൻ പറ. ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാ? റെയർ. അപ്പൊ എയർ വിത്ത് റെസ്പെക്ട് ടു. ഓക്കെ, ഇനി നേരെ തിരിച്ച്
തിരിച്ച് നമ്മൾ ഇപ്പോ എയർ ഈ പാത്ത് വേയിൽ വന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നോക്കണേ. ഇവിടെ നിന്ന് ലൈറ്റ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ലൈറ്റ് എൻ്റർ ചെയ്യണേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് ലൈറ്റ്, ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇനി ഇവിടെ നിന്ന് ലൈറ്റ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കട്ടെ. ഇവിടെ നിന്ന് ലൈറ്റ് എൻ്റർ ചെയ്യണേ. അപ്പൊ ഈ പോയിന്റിൽ നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യണ കേസിലാണ് നമ്മൾ ഇത് രണ്ടും എഴുതിയത്. ഇനി ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു കേസിൽ നോക്കിക്കേ, സൈൻ ഇ ബൈ സൈൻ ആർ ഈക്വൽ ടു, ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അച്ചിന്ത് പറയട്ടാ, ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാ? ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഓക്കെ, അപ്പൊ ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇവിടെ എത്തി. ഇനി അടുത്ത ഇക്വേഷൻ പറഞ്ഞേ. ഇവിടെ എത്തിട്ടാ, തന്തി പറഞ്ഞേ. ഇവിടെ നിന്ന് ലൈറ്റ് വന്ന് ഇവിടെ എത്തിയപ്പോ നമ്മൾ എഴുതി സൈൻ ഇ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇനി ലൈറ്റ് ഇവിടെ എത്തി, അപ്പൊ എങ്ങനെ വരും? സൈൻ ആർ ബൈ സൈൻ ഐ ഈക്വൽ ടു സെക്കൻഡ് മീഡിയം ഏതാ അവിടുത്തെ? എയർ ഗ്ലാസ്. ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 and 4, ഇക്വേഷൻ 1 ഉം 4 ഉം നോക്കിക്കേ. ഇക്വേഷൻ 1 and 4, ഇക്വേഷൻ 1 and 4 നമുക്ക് ഇങ്ങനെ എഴുതാല്ല. NGA ഈക്വൽ ടു 1 by NAG. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഇസ് ഈക്വൽ ടു 1 by റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇനി ഫ്രം ഇക്വേഷൻ 1 and 3 ഒന്ന് നോക്കിയേ. 1 and 3, ഇക്വേഷൻ 1 ഉം 3 ഒന്ന് നോക്കിക്കേ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു, ഇക്വേഷൻ 1 ഉം 3 ശ്രദ്ധിക്കണേ. ഇക്വേഷൻ 1 ഉം 3, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു NGA, സൈൻ ഇ ബൈ സൈൻ ആർ ഈക്വൽ ടു NGA. അപ്പൊ നോക്കിക്കേ, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു സൈൻ ഇ ബൈ സൈൻ ആർ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എഴുതാല്ല, സൈൻ ഐ ഈക്വൽ ടു സൈൻ ഇ, അതായത് ഐ ഈക്വൽ ടു ഇ. ഇനി ശ്രദ്ധിച്ചേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇൻസിഡന്റ് ചെയ്ത ആംഗിൾ പോയ അതേ, ആ റേ പോയ അതേ പാത്ത് വേയിൽ, അതായത് ഇപ്പൊ ബെൻഡിങ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ആ റേ പോകേണ്ട പാത്ത് വേയിൽ നമ്മൾ ഈ വരച്ചത്, അതേ പാത്ത് വേയിൽ തന്നെ ആയിരിക്കും എമേർജ് ചെയ്യുന്ന ആ ലൈറ്റും പോകുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. ഇൻസിഡന്റ് ചെയ്യുന്ന അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും എന്തും പോകുന്നത്, എമേർജ് ചെയ്യുന്ന ആ ലൈറ്റും പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. മനസ്സിലായ? റിഫ്രാക്ഷൻ ഈ ഒരു ഫിഗർ കിട്ടുമെങ്കിൽ തന്നെ നമുക്ക് വരക്കാം. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ഇവിടെ നിന്ന് വരുന്ന രീതിയിൽ വരച്ചു, പിന്നെ ഇവിടെ നിന്ന് പോകുന്ന രീതിയിൽ വരച്ചു. ഒന്നുകൂടെ ഞാൻ പറയണേ, നോക്കിക്കേ. റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ്, ഒരു ഗ്ലാസ് ലാബ് കൺസിഡർ ചെയ്ത് ഒരു ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് ഇമാജിൻ ചെയ്ത് നോക്കണം കേട്ടാ. ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു ഗ്ലാസ് ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഗ്ലാസ് ലാബിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴണേ. ഒന്ന് ഇമാജിൻ ചെയ്യണേ, ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴണേ. അപ്പൊ റേ ഓഫ് ലൈറ്റ് വരുന്നത് എയറിൽ നിന്നാണ്. എയറിൽ നിന്ന് വന്ന് ഇത് വീഴുന്നത് എങ്ങോട്ടാ? ഗ്ലാസ്സിലേക്കാണ് വീഴുന്നത്. അപ്പൊ എയർ റെയറർ മീഡിയവും ഗ്ലാസ് ഡെൻസർ മീഡിയവും ആണ്. അപ്പൊ റെയറർ ടു ഡെൻസർ എന്ന് പറയുമ്പോൾ ആ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ടുവേർഡ്സ് നോർമലിലേക്ക് ബെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ നോക്കിക്കേ, അപ്പൊ ആക്ച്വൽ പാത്ത് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ പോയി ഇവിടെ ടച്ച് ചെയ്യുന്നു. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കേ, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം ആണ്. അപ്പൊ ഡെൻസർ ടു റെയറർ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ബെൻഡ് എവേ ഫ്രം ദ നോർമലിൽ നിന്ന് എവേ ആയിട്ട് പോകും. ഇത്രയും ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. സ്നെൽസ് ലോ എന്ന് പറയുമ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കട്ടാ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഓരോ റിഫ്രാക്ഷൻ നടക്കുന്ന, അതായത് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന ഓരോ പോയിന്റിലും സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. പിന്നെ അടുത്ത് നമ്മൾ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ഓഫ് എമർജൻസ്. ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇ ആംഗിൾ ഓഫ് എമർജൻസ്. കിട്ടിയ? പിന്നെ ലൈറ്റ് ഇവിടെ എത്തി. പിന്നെ അതേപോലെ തന്നെ ലൈറ്റിന്റെ പാത്ത് നമ്മൾ ഇങ്ങനെ, ഇവിടെ നിന്നാണ് ലൈറ്റ് ഇപ്പൊ എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. അത് തന്നെ നമ്മൾ എഴുതി. നമുക്ക് ലാസ്റ്റ് എന്തെന്ന് കിട്ടി? സൈൻ ഐ ഈക്വൽ ടു സൈൻ ഇ. അതായത് ഇൻസിഡന്റ് ചെയ്ത അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എമർജ് ചെയ്യുന്നത്. ഓക്കെ, സലിക്ക് വന്നിട്ടില്ല. ഓക്കെ, എഴുതിക്കോ. ഇത് പോവാ, ഇത് എഴുതി കഴിഞ്ഞാ
ലാറ്ററൽ ഷിഫ്റ്റ് പഠിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞിരുന്നു. ഇപ്പൊ ലാറ്ററൽ ഷിഫ്റ്റിന്റെ പോയിന്റ് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, എഴുതിക്കോ, ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് എമർജന്റ് റേ. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് എമർജന്റ് റേ. ഏതാണ്? parallel to. When the light is incident obliquely on, when the light is incident obliquely on rectangular slab with the parallel faces, rectangular slab with the parallel faces, obliquely on rectangular slab with parallel faces.